സിപിഎമ്മിനും പിണറായി വിജയനുമെതിരെ ആഞ്ഞടിക്കുകയാണ് സ്വപ്ന സുരേഷ്. ഏറെ നാൾ കേരളത്തിന് വെളിയിൽ ജീവിച്ചതിനു ശേഷം തിരികെ നാട്ടിലെത്തിയതിനു പിന്നാലെയാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും താനാണ് ഇടനിലക്കാരിയായി നിന്നത്. അതിന്റെ തെളിവുകൾ പൂർണ്ണമായും തന്റെ പക്കലുണ്ട്. അത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറാൻ ഉദ്ദേശിക്കുന്നതായും അവർ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിലവിൽ സിപിഎം അധികാരത്തിലില്ല എന്നത് ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് തന്നെ എന്തു വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കും. പിണറായി വിജയനെതിരെ പറയുന്നവർക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെയാണ് കേരളത്തിലേക്ക് എത്തിയതെന്നും അവർ പറഞ്ഞു. തന്നെ നിശബ്ദയാക്കാൻ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി വ്യാജ കേസുകൾ ചാർജ് ചെയ്യുകയാണെന്നും സത്യം വിളിച്ചു പറഞ്ഞതിനാണ് താൻ നിരന്തരം പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങേണ്ടി വരുന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഭരണകൂടം മാറിയാലും തനിക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് താൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നതെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അതുകൊണ്ടാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും സ്വപ്ന പറഞ്ഞു. എം.ആർ. അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ടെന്നും പല ഉദ്യോഗസ്ഥരും ഇപ്പോഴും മുൻ ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നു. തന്നെ വേട്ടയാടുന്ന വ്യാജ കേസുകളിൽ നിന്നും മോചനം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും താൻ നിയമ നടപടികളിൽ നിന്നും പിന്മാറില്ലെന്നും സ്വപ്ന സുരേഷ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും സ്വപ്ന സുരേഷ് രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ സിപിഎമ്മിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് മുന്നിലുള്ളത്. ഇന്ന് ഞാനിവിടെ വന്നത് എനിക്കെതിരെ അല്ലെങ്കിൽ നമുക്കെതിരെ എടുത്ത ഫേക്ക് കേസിന് ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് വാസ് എ ഫേക്ക് കേസ്? നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. ഞാൻ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓഡിയോ റെക്കോർഡിംഗ് വരെ കേൾപ്പിച്ച് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു HRDS ഓഫീസിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം. അതിൻ്റെ പേരിൽ നമുക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൂഫ് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു, ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കലാപശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പിന്നെ വാട്ട് ഈസ് ദാറ്റ് റോങ് മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുത്ത് വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതുപോലെ എത്രയധികം ഫേക്ക് കേസാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്നറിയാവോ? ഒരു കള്ള കേസിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ numerous cases have been charged against me based on no grounds. They confiscated my phone, they took away all the proof, and then they booked a forgery case against me. ഇങ്ങനെയാണെങ്കിൽ ഒരു കോമൺ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോമൺ ഹ്യൂമൻ ബീയിങ് ഈ കേരളത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യും? സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ കോർണർ ടു കോർണർ, കോർട്ട് ടു കോർട്ട്, പോലീസ് സ്റ്റേഷൻ ടു പോലീസ് സ്റ്റേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിന് ഇവിടെ വിലയില്ലേ? ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ആസ്ക്. ഇന്നിപ്പോ ബെയിലെടുത്തു. അതാ ഞാൻ ഈ പറഞ്ഞ കലാപശ്രമം, ഫോർജറി. ഞാൻ ആ റെക്കോർഡിംഗ് കേൾപ്പിച്ചതിൻ്റെ പേരിൽ ഒരു ടീം വന്നിട്ട് എൻ്റെ ഫോണെല്ലാം കോൺഫിസ്കേറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ കേസ് എടുത്തിരിക്കുക. അതെ 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 അതെ. ആൻഡ് ആ സമയത്ത് ഓഫീസിൽ പോലും ഇല്ലാത്ത അജി കൃഷ്ണൻ എന്ന് പറയുന്ന HRDSന്റെ ഫൗണ്ടർ സെക്രട്ടറിക്കെതിരെയും കേസ് എടുത്തിരിക്കുക. ഹി വാസ് നോവെയർ ഇൻ ദ സീൻ. സോ ഇവിടെ ഉള്ളവർ എങ്ങനെ സർവൈവ് ചെയ്യും? ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. ഒരു എക്സ് മുഖ്യമന്ത്രി കാരണം എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം, ഒരു സ്ഥാപനത്തിൻ്റെ ഭാവി എല്ലാം ഇസ് ഇൻ ഡേഞ്ചർ. ഹി ട്രൈഡ് ടു റൂയിൻ ഓൾ ഓഫ് us. All our families are affected. 100% അത് തന്നെയാണ്. ബിക്കോസ് ഇനിയിപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ട്, തിരിച്ച് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ സേഫ് ആണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അഫ്കോഴ്സ് അവർ റൂൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ അവർ ഭരണത്തിലില്ലാത്തപ്പോൾ ഡബിൾ റിസ്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ED ഉദ്യോഗസ്ഥർക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണിത്. അപ്പം but I am just taking that risk because I need to come back. എൻ്റെ മകനെയും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു, തിങ്കിങ് ദാറ്റ് ഈ പുതിയ ഗവർണൻസ് എന്തെങ്കിലും ഒരു
ഒരു ജീവിക്കാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടാക്കി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, വി ആർ പ്ലാനിങ് ഓൺ തിങ്കിങ്, ബിക്കോസ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി എനിക്കെതിരെ കുറേ കേസ് എടുത്തിട്ടുണ്ട്. നോട്ട് ദി എക്കണോമിക് ഒഫൻസസ്, അത് കൂടാതെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഐ വോണ്ട് ടു ഗോ ആൻഡ് മീറ്റ് ദി ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ദി ചീഫ് മിനിസ്റ്റർ. ഈ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന കേസസ് നിന്നും എനിക്കൊരു മോചനം തരുമോ ഇല്ലേന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലാനിങ് ടു ഗോ ആൻഡ് മീറ്റ് ദി മിനിസ്റ്റേഴ്സ്. അതെ, ഇപ്പോൾ ഞാൻ റീലൊക്കേറ്റ് ചെയ്ത് ജസ്റ്റ് സെറ്റിലിംഗ് ഡൗൺ ആൻഡ് ദെൻ വെരി സൂൺ ഐ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദി ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് HRDS. അതെ, ഫ്രം എക്സ് ചീഫ് മിനിസ്റ്റർ ഒരു രീതിയിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഐ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രൂഫും എവിഡൻസും എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് സത്യം തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരെന്നെ എല്ലാ രീതിയിലും ഒന്നീ ഈ വേൾഡിൽ നിന്ന് എന്നെ എലിമിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കെതിരെ കേസുകളെടുത്ത് ഫേക്ക് കേസുകൾ ചാർജ് ചെയ്ത് എന്നെ ജയിലിലാക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ആരും ഒന്നും തുറന്നു പറയാൻ പാടില്ല. മിസ്റ്റർ പിണറായി വിജയനെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് ദേ ഹാവ് ടു ഫേസ് ദ വേർസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ഒരു അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഇനി ആവാം, ബിക്കോസ് ഇപ്പോൾ അവർ ഭരിക്കാത്തതുകൊണ്ട് all the gundas are free to do whatever they want. So അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി there's a risk while living in Kerala. പക്ഷേ ഫൈറ്റ് ചെയ്യുക, ജസ്റ്റിസ് കിട്ടുന്നത് വരെ I want to fight and I will fight till the end. അതിന് if death is facing, I have to face death or I need to go through the worst situation, still ഞാൻ പിന്മാറില്ല. I will be fighting. അതെ, ഇവിടെ തന്നെ ഉണ്ട്. മാനനഷ്ട കേസ് ഫയൽ ചെയ്തു, അത് കോടതിയുടെ പരിധിയിലാണ്. അത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൂൾ ചെയ്യുന്ന 2016 മുതൽ വെൻ ഐ വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദം, ഇങ്ങനത്തെ ഒരു സർപ്രൈസിങ് ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂസ് ഇസ് എം വി ഗോവിന്ദൻ. പുള്ളിക്കാരനെ ഞാൻ ആരോടും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോലും ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞിട്ടില്ല എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നെ പേഴ്സണലി വിളിച്ചു എന്ന്. ആരോ ഒരു നെഗോഷിയേറ്റർ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന് ഡെഫമേഷൻ കേസ് എടുത്തിട്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്? ഐ ഡോണ്ട് നോ. ഇതെല്ലാം ഗിമിക്സ് ആണ്. എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മേക്കിംഗ് മീ എ സ്കേപ്പ് ഗോട്ട് ഇൻ എവറി കേസ് ആൻഡ് ദെൻ making me a criminal. പലപ്പോഴും ഇതിൽ അനാവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടുമെന്ന് അറിയുന്നു. എന്താണ് സ്ഥാനത്തേക്ക് വന്നാൽ സേഫ് അല്ല. പിന്നെ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ക്വാളിഫൈഡ് ടു ഹാവ് അങ്ങനെ ഒരു കയറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു രീതിയിലുള്ള യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഹി വാസ് ദെയർ ഇൻ എവറി കോൺസ്പിറസി. ഇത് ഞാൻ എത്രയോ വർഷം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പം എന്തായി? എല്ലാവരും പറഞ്ഞു ഞാൻ എന്തൊക്കെയോ അലിഗേഷൻസ് പറയുന്നു എന്ന്. പക്ഷെ ടെൽമി ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഫ്രീ ഓഫ് അലിഗേഷൻ ഉണ്ടോ? തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ കാര്യങ്ങളും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം MR അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് ഇപ്പോഴും നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട്. വൈ ഈസ് ദ ഗവൺമെന്റ് ഡിലേയിങ് ഇൻ ടേക്കിംഗ് ആക്ഷൻ അഗേൻസ്റ്റ് ദറ്റ് ജെന്റിൽമാൻ? ഐ റിയലി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇത്രയും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം എന്താണ്? when everything is crystal clear in front of all of us, even common people also can understand what he has done. അപ്പോൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, എന്തുകൊണ്ട് നടപടിക്ക് താമസം വരുന്നു? ഇറ്റ് ഈസ് റിയലി ഷോക്കിംഗ്.